അപ്പോൾ അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ക്യാമറ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ജമിന എന്നെ കാണാമല്ലോ. ഹായ് മോനെ. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ പരിപാടി. അപ്പോൾ നമ്മൾ ക്യാമറയും മൈക്കൊക്കെ എടുക്കാൻ വേണ്ടി പോവാം. ഒരു ക്യാമറ ഓൾറെഡി ഉണ്ട് പോയിട്ടുണ്ട് ബുദ്ധൻ്റെ. ബാക്കി എന്താ പറയുക, ഡ്രസ്സ് മാറിയോ? ഇവിടെ ഏകദേശം സമയം കിട്ടി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോണ തെയ്യം. ഇതിൻ്റെ പേര് പാടിമല ദൈവത്താർ. ഇതിൻ്റെ ചമയം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പറഞ്ഞൊന്നും കേൾക്കില്ല. വളരെ ചരിത്രപരമായ കുറച്ച് നിമിഷങ്ങളിലൂടെയാണ്. ഒന്നുമില്ല, ഇന്ന് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു തെയ്യത്തിൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, തെച്ചിലോട്ട് ഭൂതം പറഞ്ഞിട്ട് ഇവിടെ അടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്. ബാക്കി നമുക്ക് ബാക്കിയുള്ള കാണാം. അപ്പോൾ എല്ലാവരും അത് കാണാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുക. ആണത്ര ഉണ്ടത്ര കുട്ടീനെ എടുത്തിട്ട് ഓടുന്ന പറഞ്ഞേ. ബുദ്ധായി പിന്നാലെ ഓടി പിടിക്കുമോ? അലകട ചിലപ്പോൾ ഇന്ന അടുത്ത് ഓടും. കുട്ടി വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ കണ്ടത് പാടിമല ദൈവത്താർ. അപ്പോൾ അടുത്ത് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊടകേറ്റി ദൈവത്താർ. പേര് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. എമിനെ ഇത് പറ്റിയാടാ, ക്ഷീണിച്ചോ? ഇനിയിപ്പോൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇന്ന് എത്ര തെയ്യാണില്ല അവിടെ. സത്യത്തിൽ ഞങ്ങൾ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ തെയ്യെല്ലാം കൂടെ കാണുമ്പോൾ മനസ്സ് നിറയമാണ്. എല്ലാം പുതിയ ഇപ്പോൾ അടുത്ത് കൊടകേറ്റി ദൈവത്താർ. ഈ കൊടക്കേറ്റി ദൈവത്താർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തെയ്യത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്താ വെച്ചാൽ, ഇതിപ്പോൾ തലയിൽ ഈ മുടിയേറ്റ് പോലത്തെ സാധനം കയറ്റി വെക്കുന്നത് എത്ര ആൾ കൂടിയിട്ടാണ് ഇത് കയറ്റി വെക്കുന്നത്. പക്ഷേ തെയ്യം ആട്ടം തുടങ്ങുമ്പോൾ ഒറ്റക്കാണ് ഇതും വെച്ചിട്ട് പെർഫോം ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായി തോന്നിയിട്ടുള്ള സംഭവം കേട്ടോ.
അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ചെമ്പിലോട്ട് ഭൂതം എന്നുള്ള തെയ്യത്തിൻ്റെ ചമയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ തെയ്യം ഒരു വീടിൻ്റെ പുറത്ത് കയറിയിട്ട് അത് നശിപ്പിക്കണതാണ് ഇതിലൊരു സംഭവമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവർ ഈ വൈക്കോലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒരു വീട് പോലെ ഉണ്ടാക്കി സെറ്റപ്പ് ഉണ്ടാക്കി അതിന് മേലെ കൂട്ടിയിട്ടിട്ട് ഈ തെയ്യം അതിൻ്റെ മേലെ ചാടി കയറിയിട്ട് പെർഫോം ചെയ്യുന്ന സംഭവമാണ് തെയ്യത്തിൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. മറ്റേ ചോക്ക മാത്രം തേച്ചാൽ മതി, ചായല് മാത്രം തേച്ചാൽ മതി. ലേശം വെള്ളിങ്ങനെ ആവൂല. കുടിയേറ്റപ്പോൾ അങ്ങനെ തേച്ചിട്ട് അപ്പോൾ ചെമ്പിലോട്ട് ഭൂതം കെട്ടിയാടിയ അതേ ആൾ തന്നെയാണ് പിന്നെ തിരിച്ച് പോയിട്ട് ചെമ്പിലോട്ട് ഭഗവതിയായിട്ട് വരുന്നത്. അതിൻ്റെ കഥ എന്താ, പിന്നെ ഈ ചെമ്പിലോട്ട് ഭൂതം എന്താണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോ, അതായത് ഡോക്യുമെൻ്ററി, ഞാൻ ഉണ്ടാക്കിയ ഡോക്യുമെൻ്ററി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നാളെ കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഈ വണ്ടി കടന്നിട്ട് തന്നെ ഉറങ്ങിയത്. ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾ എത്ര മണി, ഒരു 7 മണി വരെ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? 7 മണി വരെ കാറിൽ നൈസായിട്ട്. കണ്ടോ, അസുഖക്കാരൻ തീരെ വയ്യാതിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഫുട്ടേജൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തെയ്യം കൂടി കണ്ടിട്ട് നേരെ തിരിച്ചു പോവാണ്. എന്നിട്ട് തിരിച്ചു പോയിട്ട് നമുക്ക് ഗിഫ്റ്റ് വാങ്ങാണ്ട്. ക്ലബ് എഫ് എമ്മിന്ന് ഗിഫ്റ്റ് കിട്ടാണ്ട്. ആ ഗിഫ്റ്റും കൂടി വാങ്ങിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതാണ് ലാസ്റ്റത്തെ. ഓക്കെ, അപ്പോൾ നമ്മുടെ തെയ്യം കാണാൻ വന്നിട്ടുള്ള കളിയൊക്കെ ഇന്നത്തെ തെയ്യം കാണൽ ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ക്ലബ് എഫ് എം സമ്മാനം എന്താണെന്ന് നോക്കണം. സമ്മാനം വാങ്ങാൻ പോണോ? അപ്പോൾ ക്ലബ് എഫ് എമ്മിലെ കാഴ്ചകൾ ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ക്ലബ് എഫ് എമ്മിൽ സമ്മാനം വാങ്ങാൻ പോണ ഇവനല്ല, അവൻ. അപ്പോൾ ഗൈസ്, നമ്മളുള്ളത് മാതൃഭൂമിൻ്റെ ഓഫീസിൽ ജമീൻ സമ്മാനം വാങ്ങാൻ നിൽക്കുകയാണ്. സമ്മാനം മേടിക്കാൻ വേണ്ടി വന്നതാണ്. ക്ലബ് എഫ് എമ്മിൻ്റെ ഓഫീസിൽ പോയിട്ട് മാതൃഭൂമി 4ാമത്തെ ഫ്ലോറിലല്ലേ. മാതൃഭൂമി ക്ലബ്
ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഗിഫ്റ്റ് കൊട നമ്മുടെ സ്വന്തം ഓ ക്ലബ് എഫ് എമ്മിന്റെ കൊടയാണ്. ക്ലബ് എഫ് എമ്മിന്റെ കൊട ബ്രാൻഡിങ് പോപ്പി അല്ലടാ ക്ലബ് എഫ് എം കൊട. ഈ കൊടന്റെ തുല്യ അവകാശം എനിക്കുണ്ട്. കാരണം ഞാൻ ഉത്തരം പറഞ്ഞിട്ടാണ് ഇവൻ ജയിച്ചത്. തീർച്ചയായിട്ടും പകുതി ഞാൻ കണ്ണന് കൊടുക്കുന്നതായിരിക്കും. ഈ തുണി കീറിക്കൊണ്ടാൽ മതി. പിന്നെ കൊടന്റെ വടി പകുതി കീറിയിട്ട്. എന്തായാലും നമ്മളെ ആരെ വണ്ടി കാട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോൻ്റെ ഔട്ടർ എടുക്കാൻ മറന്നുപോയി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.